Hi, myself Parvati, and now we are going to have a chat with Mr. Irfan, founder of MF Tradings and the very first partner of SRKP. Sir, you and Shibli sir have had this remarkable journey together for all these years. What does this new venture mean to you? So, we met back in 2019-20. Two dreamers with nothing but beliefs in our passion in our ideas. So, ഞങ്ങൾ 18-19 ഞങ്ങൾ ഓൺലൈനിൽ ട്രേഡിംഗ് ഒരു അക്കാദമി കമ്മ്യൂണിറ്റി വഴിയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രേഡിങ്ങിനെ പറ്റി സംസാരിക്കും, ട്രേഡിങ്ങിൻ്റെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും സ്റ്റിൽ. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ ഫ്രീക്വൻ്റ്ലി മീറ്റ് ചെയ്യാൻ തുടങ്ങി. ട്രേഡിങ് റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഓരോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഷിബിലൂടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്. പിന്നെ ഞങ്ങൾ അക്കാദമിയിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ലൈക്ക് എനിക്കും അവനും പേഴ്സണലി ട്രേഡിങ്ങിനെ പറ്റി ചോദിച്ചിട്ടും. അപ്പോൾ നമ്മൾ ഒരു മേജർ ടൈം നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ ആഫ്റ്റർ ഞങ്ങൾ എന്തുകൊണ്ട് നമുക്കൊരു ബാച്ച് പോലെ നമ്മൾ വൈ നോട്ട്. അപ്പോൾ ഞങ്ങൾ ഫീസ് ഒന്നും മേടിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു 10 പേരെ എടുത്ത് ഒരു ഗൂഗിൾ മീറ്റ് ഇട്ട് പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ ഒരു മെജോറിറ്റി ടൈം നമ്മൾ ഇതിനായി സ്പെൻഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ഷിബിലിൻ്റെ ഈ ഒരു എനർജി പറയാതിരിക്കാൻ വയ്യ. ലൈക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിന്നാൽ ലൈക്ക് ഹി വാസ് ലൈക്ക് എന്നേക്കാൾ പ്രശ്നങ്ങൾ അവനുണ്ടാവും. സ്റ്റിൽ ഹി വാസ് ലൈക്ക് കല്ലില്ലേ നമുക്ക് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമുക്ക് പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇൻ എവറി ആസ്പെക്ട്സ് എല്ലാ ക്വസ്റ്റ്യനും ഒരു ആൻസർ ഉണ്ട്. ഇപ്പൊ എന്റെ പേഴ്സണലി ലൈക്ക് എന്റെ ഫോണിൽ ഫേവറേറ്റ്സ് കോണ്ടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അവനുണ്ടാവും, അവന്റെ ഫോണിലും ഞാനുണ്ടാവും. വി ആർ ലൈക്ക് ദാറ്റ്. ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ലൈഫിൽ സംഭവിച്ചാൽ അപ്പോൾ വിളിച്ച് സംസാരിക്കും. ഇവന്റെ ഫസ്റ്റ് സ്റ്റേജ് സ്പീച്ചും ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ഡൗട്ട് ചെയ്തിട്ട് ഓരോ മൊമെന്റ്സ് ആണ്. യെസ്, ഇവന്റെ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ട ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് കണ്ട് സംസാരിക്കും. 95% സ്റ്റാർട്ടപ്പുകളും ഫെയിൽ ആവുന്ന ഒരു കേസ് പറഞ്ഞു. ഞങ്ങളും ഈ ഒരു ഫെയിലിയറിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ്. വീനോ ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും കാലത്തിനിടക്ക് ഒന്നുമില്ലാത്തതിൽ നിന്ന് ഇത്രയും എത്തിയതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഈ ഒരു ജേർണി എന്ന് പറയുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, ബ്രേക്ക് ത്രൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ എന്തൊക്കെ വരാം, പ്രശ്നങ്ങൾ വരാം എന്നുള്ളത് ഒരുപാട് അനുഭവിച്ചറിഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കറിയാം ഇനി നെക്സ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് നമ്മുടേക്ക് വരുമ്പോൾ അതെങ്ങനെ ഹോൾഡ് ചെയ്യണം. അതിന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളിപ്പോൾ ചെറിയ ടീമല്ല, വിച്ച് മീൻസ് ഞങ്ങളിപ്പോൾ ഇൻ നമ്പേഴ്സ് ചെറിയൊരു ടീമല്ല, അത്യാവശ്യം ഈ കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെ സൈഡിൽ ഹെൽപ്പ് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരും ഓരോ മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു റാക്കിൽ നമുക്ക് അണ്ടറിൽ വരുന്ന 300ഓളം സ്റ്റാർട്ടപ്പുകളെ എത്തിക്കുമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ആ സ്റ്റാർട്ടപ്പുകളെ ഓരോ മേഖലയിലും എങ്ങനെയൊക്കെ അപ്ഹോൾഡ് ചെയ്യണം എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആണ്. സോ ഇപ്പം there are so many budding young entrepreneurs. ഭയങ്കര ചെറിയ ഏജ് തന്നെ, ഐ തിങ്ക് 10th ഒരു കുട്ടി നിങ്ങളുടെ റാക്കിന്റെ കീഴിൽ വന്നിട്ട് he's starting his own venture. Yes. So ഇങ്ങനത്തെ budding young entrepreneursനോട് what piece of advice do you want to give? എങ്ങനെ അവർക്ക് അവരുടെ വെഞ്ചർ നല്ല രീതിയിൽ എത്തിക്കാം? How not to give up? Obviously ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജേർണി വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഫൈൻഡ് എ ഗുഡ് പാർട്ട്ണർ. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബാക്ക് ആൻഡ് സപ്പോർട്ടും ഒരുപാട് ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പോവാം. തോൽവികൾ വന്നാലും ബാക്ക് ആൻഡ് സപ്പോർട്ടും കാര്യങ്ങളും. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ഇഫ് ഹി ഹാസ് എ പേഴ്സൺ വിത്ത് ഹിം വിത്ത് എ സെയിം മൈൻഡ് സെറ്റ്, ആ ഒരു മൈൻഡ് സെറ്റും വിഷനും ഉള്ള ഒരാളുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ഒരാൾ ഡൗൺ ആകുമ്പോൾ ഒരാൾ കൂടെ നിൽക്കാൻ ലോങ് ടേം ജേർണി. യെസ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഓടാന്ന് പറയും. നിങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണമെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരാളെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കൂടെ ഒരാളെ കൂട്ടുന്നുണ്ടെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് മനസ്സിലാക്കി ലൈക്ക് A to Z എന്ന് പറയുന്ന പോലെ നമ്മളൊരു ലൈഫ് പാർട്ട്ണറെ പോലെ തന്നെ ഒരു ബിസിനസ് പാർട്ട്ണറെ യൂസ് ചെയ്യണമെന്ന് പറയും. കാരണം ബേസിക്കലി ഇറ്റ്സ് money is very complicated. Yes, and money kind of messes with relationships. Young entrepreneurs, where it is, find a good always find a good partner. Note that. Yeah.